ആദിമ മനുഷ്യനെന്ന് ആദം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ലോകത്തെ നാനാഭാഗങ്ങളിൽ നിന്നും മണ്ണ് എടുത്തുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മണ്ണെടുത്തിട്ടാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാം എന്ന ശരീരത്തിൻ്റെ സർവ്വഗുണങ്ങളും ഇവിടെയുള്ള ഓരോ മനുഷ്യൻ്റെ രക്തത്തിലും ഉണ്ട് എന്നതാണ് വസ്തുത. അവിടെ മതമില്ല. മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവർണനായാലും സവർണനായാലും എല്ലാവരും ആദിമ മനുഷ്യൻ്റെ രക്തം തുളുമ്പുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിലും അത് കാണാനുണ്ട്. ചിലർ വെളുത്തവർ, ചിലർ കറുത്തവർ, ചിലർ മണ്ണിൻ്റെ നിറമുള്ളവർ, ചിലർ മണലിൻ്റെ നിറമുള്ളവർ, ചിലർ പറയാൻ പറ്റാത്ത നിറമുള്ളവർ, അങ്ങനെ പലവിധ നിറങ്ങളുമുള്ള മാനവ സമൂഹം. ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അറബിയിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും ഉറുദുവിലും തെലുങ്കിലും എല്ലാം സംസാരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഭക്ഷണം കിട്ടാത്ത മക്കളും ആദമിൻ്റെ മക്കളാണ്. സുഖലോലുപതിയായി ജീവിക്കുന്ന രാജാവിൻ്റെ മകനും ആദമിൻ്റെ മക്കളാണ്. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ പെടുന്ന എല്ലാ ഭാഷ വേഷ വർണ്ണ വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവരും തുല്യരാകുന്ന ഒരേ ഒരു അവസ്ഥയാണ് മണ്ണിൻ്റെ മക്കൾ എന്ന വിഷയത്തിൽ. മണ്ണിൻ്റെ മക്കൾ എന്ന വിഷയത്തിൽ ഇവിടെ മതവിഭാഗീയതയില്ല, വർണ്ണമില്ല, ദേശമില്ല, ഭാഷയില്ല. ഇവിടുത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. ഈ അല്ലാഹു എന്ന് എപ്പോഴും പറയുമ്പോൾ അവിടെയും ഒരു സംശയത്തിൻ്റെ നിഴലുണ്ട്. അല്ലാഹു എന്ന് പറയുന്നത് അത് മുസ്ലിംകളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില വിശ്വാസങ്ങൾ ഒരു പക്ഷേ ചില മനസ്സുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അല്ലാഹു എന്നത് ഏകദൈവം, ഏകദൈവം എന്നതിന് രൂപമില്ല, ഭാവമില്ല, പ്രത്യേക സ്ഥല കാല അതീതനായ ഏകദൈവം. ഇക്കാണുന്ന ആകാശം, ഭൂമി, കടല്, കരകൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, മൃഗാദികൾ, ഇതൊക്കെ പടയ്ക്കുവാൻ ഇതിൻ്റെ തുടക്കം ഒരു ശക്തി ഉണ്ടാകണം. ആ ശക്തിക്ക് പറയുന്ന പേരാണ് ഏകദൈവം. ആ ശക്തിയിൽ ആര് വിശ്വസിച്ചോ ആ ശക്തിക്ക് ഒരു കൂട്ടുകാരൻ്റെ ആവശ്യമില്ല. ആ ശക്തിയോടൊപ്പം മറ്റൊരു ശക്തിയുടെ സഹായം ആവശ്യം ഇല്ല എന്ന് ഏകദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവൻ മുഅ്മിനായി. അതാണ് അറബിയിൽ പറയുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹായി ആരുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ പറഞ്ഞ വിശ്വാസങ്ങളെല്ലാം ഉൾപ്പെടുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യോൽപത്തിയെ പടച്ചിട്ട് ഇവിടെ കുറേ നിയമങ്ങൾ ചിട്ടപ്പെടുത്തി. ആ നിയമങ്ങളിൽ പെട്ടതാണ് വൈവാഹികം, ഭാഷ, ഭക്ഷണം, ജീവിത ചിട്ടകൾ, വ്യവസായങ്ങൾ, ഗോത്രങ്ങൾ തുടങ്ങിയ അനവധി നിരവധി കാര്യങ്ങൾ മുഴുവനും അല്ലാഹു ചിട്ടപ്പെടുത്തിയതാണ്. ലിതആറഫു, അതൊക്കെ ചിട്ടപ്പെടുത്തിയത് പരസ്പരം അറിയാൻ വേണ്ടിയാ. ആലപ്പുഴക്കാരനാണെന്ന് പെട്ടെന്ന് അറിയണമെങ്കിൽ അവൻ വിളിക്കുന്ന ജ്യേഷ്ഠനെ വിളിക്കുന്ന ഒരു മുസ്ലിമായ സഹോദരൻ അവനെ ജ്യേഷ്ഠനെ വിളിക്കുന്നത് കാക്ക ഇക്ക എന്നല്ല, ഇഖ്യാന്നാ വിളിക്കുന്നത്. അത് കേൾക്കുന്നവർക്കറിയാം മൂപ്പര് ആലപ്പുഴക്കാരനാണ്. തിരുവനന്തപുരത്തുകാരനാണെന്നറിയാൻ അള്ളാഹു കൊടുത്തു. എന്തരപ്പീ എന്ന് പറഞ്ഞാൽ ഓൻ തിരുവനന്തപുരത്തുകാരനാ. കൊച്ചിക്കാരനേക്കും കോഴിക്കോടുകാരനേക്കും കാസർഗോഡുകാരനേക്കും ഓരോ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും രാജ്യത്തിനും അല്ലാഹു തആല
പ്രത്യേക വൈഭവങ്ങൾ കൊടുത്തത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്വഭാവങ്ങളും കൊടുത്തിട്ടുണ്ട്. കളവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കള്ളന്മാരാണ് എന്ന് തിരിച്ചറിയാനാണ് അവർ കളവ് ചെയ്യുന്നത്. സത്യം ചെയ്യുന്നത് അവർ സത്യവാന്മാരാണ് എന്നറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെ ലിതഅറഫു എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നോ അത് മുഴുവനും അള്ളാഹു സംഘടിപ്പിച്ചതാ, സംഹരിച്ചതാ. ലിതഅറഫു പരസ്പരം അറിയുന്നതിന് വേണ്ടിയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാം നമുക്ക് ഒരുക്കി തന്നു. ഇന്ന് നാമൊക്കെ ഈ മജ്‌ലിസിലിരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മജ്‌ലിസുകൾ ഇവിടെയും പല നാട്ടിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും വന്ന് മജ്‌ലിസിൽ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ മനോമുഖരങ്ങളിൽ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇതാണ് മജ്‌ലിസ്, ഇനി ഇതുപോലൊരു മജ്‌ലിസ് നടക്കാനില്ല. എന്നാൽ കാലചക്രം നീങ്ങുമ്പോൾ അവരും വിളിക്കുത്തരം നൽകി പച്ച മണ്ണിലേക്ക് പോയി കഴിഞ്ഞു. അവരൊന്നും നമ്മോടൊപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അല്ലാഹു എന്ന ഞാൻ ആദ്യം പറഞ്ഞ ഏകദൈവം, ആ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഓരോരുത്തരും വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ ലക്ഷണമാണ് ആ വ്യക്തിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരാളിൻ്റെ പ്രവൃത്തി കണ്ടാൽ അദ്ദേഹത്തിന് എത്രത്തോളം അല്ലാഹുവുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. സംസാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും അനക്കത്തിലും അടക്കത്തിലും അല്ലാഹുവിൽ ലയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടാവില്ല, ഒരു പ്രവൃത്തി ഉണ്ടാവില്ല, ഒരു ചിന്ത ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഇതുപോലെയുള്ള മജ്‌ലിസുകളിലേക്ക് ഓരോരുത്തരും വരുന്നതും വരേണ്ടതും. ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്ന മഹാനായ സയ്യിദ് ഫളൽ മർസൂഖി തങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടെ കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക പുണ്യം കിട്ടുമോ? ഒന്നുമില്ല. അവിടുത്തെ ദർജയും അവിടുത്തെ മദതും അവിടുത്തെ റിഫഅത്തുമൊക്കെ അല്ലാഹു തആല കണക്കാക്കിയതുപോലെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഫലങ്ങളാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ആ മേഖലയിലേക്ക് സ്വന്തമായി എന്ത് സമ്പാദിച്ചു എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കുമ്പോൾ മറുപടി 0 എന്നായിരിക്കാം. പോരാ, മഹാന്മാരുടെ ഹളറത്തിലേക്ക് സാധുക്കൾ ഒഴുകിയെത്തുമ്പോൾ അവിടുന്ന് തീരുമാനമെടുക്കണം, ഇതുപോലൊരു മഹാനായി എനിക്കും മാറണം, ഇതുപോലൊരു മഹതിയായി എനിക്കും മാറണം. അതിന് ഞാൻ കുറേ കൺട്രോൾ ചെയ്യണം. ചിലത് കാണാതെ ജീവിക്കണം, ചിലത് അറിയാതെ ജീവിക്കണം, ചില സംസാരങ്ങൾ ഒഴിവാക്കണം, ചില നോട്ടങ്ങൾ ഒഴിവാക്കണം, ചില ഇടപെടലുകൾ മാറ്റിവെക്കണം, ചില സുഹൃത്ത് ബന്ധങ്ങൾ അവസാനിപ്പിക്കണം, ചില യാത്രകൾ നിർത്തേണ്ടി വരും, ചില മേഖലകൾ അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാക്രമത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ഈ മഹാന്മാരെ പോലെ നാമും ആയി മാറും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ചിന്ത അല്ലാഹുവിലേക്ക് ലയിക്കുന്ന ചിന്തയാകണം. ഇത് ദുനിയാവിൻ്റെ പളപളപ്പാണ്, അവസാന കാലഘട്ടമാ. ഈ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നമുക്ക്, ഈ കാലഘട്ടത്തിൻ്റെ പിന്നിലേക്ക് പോകുന്ന നമുക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ ചവിട്ടി മെതിച്ച് പോകേണ്ടി വരുന്ന ഈ കാലഘട്ടത്ത് വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഹറാമിൻ്റെ ഈ നവീന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഅ്മിനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ മുഅ്മിനാണെന്ന് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഞാനടക്കം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടം എനിക്ക് പറ്റിയതല്ല, ഈ കാലഘട്ടം എനിക്ക് പറ്റിയതല്ല. കാരണം
അള്ളാഹുവിൻ്റെ ചിന്തയിലാ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നതെങ്കിലോ അത് ഈ ലോകത്ത് എനിക്ക് കഴിയൂല, ഈ കാലഘട്ടത്തിൽ എനിക്ക് കഴിയൂല. കാരണം ഇവിടെ ഹറാമില് പിടിക്കേണ്ടി വരും, ഹറാമ് കാണേണ്ടി വരും, ഹറാമ് നോക്കേണ്ടി വരും, ഹറാമ് സംസാരിക്കേണ്ടി വരും. ജീവിതം അവസാനിപ്പിക്കാനും വഴിയില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെ അങ്ങോട്ട് ഒരു പരുവത്തിന് ഒഴുകിപ്പോവുക, ഒരു പരുവത്തിന് അങ്ങോട്ട് ഒഴുകിപ്പോവുക. കഴിയുന്നത്ര ഹറാമുകളിൽ നിന്നും നമ്മെ കൺട്രോൾ ചെയ്യുക. ഇവിടെ നിന്നും 25 പേര് 30 പേരെയും കൊണ്ടൊരു ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആ ഡ്രൈവറെ മാത്രം എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഈ 30 പേരും സീറ്റിലിരുന്ന് ഉറങ്ങും. ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയെങ്കിൽ ഈ ഡ്രൈവർ എങ്ങാനും ഉറങ്ങിപ്പോയാൽ എറണാകുളം വരെ ഞാൻ എത്തുമോ? അരൂരിൻ്റെ പാലത്തിലൂടെ ഈ വാഹനം ഓടുമ്പോൾ ആ ഡ്രൈവർ എങ്ങാനും ഒന്ന് കണ്ണടച്ച് പോയാൽ ആ വാഹനം ചെന്ന് ആ പാലത്തിൻ്റെ പാളികളിൽ ഇടിച്ച് വെള്ളത്തിലേക്ക് മറിയുന്ന അവസ്ഥയെക്കുറിച്ച് ഈ 30 പേര് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവൻ തവക്കുല് ചെയ്തു, ഇവൻ ഏൽപ്പിച്ചു, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഡ്രൈവറെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ബസ്സിൽ ഇരിക്കുന്നത്. ഇതുപോലെ ആയിക്കൂടെ? ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആയിക്കൂടെ? അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൂടെ? അള്ളാഹു എല്ലാം ഏറ്റെടുക്കുമെന്ന ബോധമുണ്ടായിക്കൂടെ? അള്ളാഹുവിനെല്ലാം സമർപ്പിച്ചുകൂടെ? അള്ളാഹുവിലേക്കെല്ലാം ഒഴുക്കിക്കൂടെ? അള്ളാഹുവിലേക്കെല്ലാം ചിന്ത അർപ്പിച്ചുകൂടെ? അള്ളാഹുവിലേക്കെല്ലാം വിട്ടുകൊടുത്തൂടെ? നമ്മുടെ ജീവിതത്തിനെ പരിപുഷ്ടിപ്പെടുത്തിക്കൂടെ? നമ്മുടെ ജീവിതത്തിനെ തസ്കിയത്ത് ചെയ്തുകൂടെ? നമ്മുടെ ജീവിതത്തിന് അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് എത്തിക്കാൻ ഞാനും നിങ്ങളും ശ്രമം നടത്തിയാൽ ആ ഡ്രൈവർ നമ്മളെ ശ്രദ്ധിക്കും. ഉറക്കമില്ലാത്ത ഡ്രൈവർ. ഇവിടെ ഉറക്കമുള്ള ഡ്രൈവറെ കുറിച്ചാണ് സംസാരം. എന്നാൽ ഉറക്കമില്ലാത്ത രാജാതിരാജനായ അള്ളാഹു, ആ അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട്, ആ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട്, ആ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് തൻ്റെ ശരീരത്തെയോ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോ ശ്വാസകോശത്തെയോ നിന്റെ മനസ്സിൻ്റെ അന്തരങ്ങളിൽ പൊട്ടിയെടുക്കുന്ന ഓരോ ചിന്തകളെയും അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിന്റെ ഈമാനെ പാകപ്പെടുത്തിയാൽ, നിന്റെ ഈമാനെ തവക്കുലാക്കിയാൽ നിനക്കെന്തിനാ ടെൻഷൻ അടിക്കേണ്ടത്? നിനക്കെന്തിനാ വിഷമം വരേണ്ടത്? നിനക്കെന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്? അതുകൊണ്ട് മുഅ്മിനേ, നിന്റെ ചിന്ത മുഴുവനും അല്ലാഹ് എന്ന് ആയി മാറിയാൽ നിനക്ക് ഈ ദുനിയാവിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ദുനിയാവിനെ കുറിച്ച് പറയുമ്പോൾ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാ നിനക്ക് വിഷമം വരേണ്ട ആവശ്യമെന്താ? നീ ഡ്രൈവറെ ഏൽപ്പിച്ചല്ലോ, നീ അള്ളാഹുവിനെ ഏൽപ്പിച്ചല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾ കൃത്യമായി നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നിടത്തേക്ക് കടന്നു നിൽക്കണം. റോഡ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നിടത്തേക്കൊന്ന് കടന്നു നിൽക്കണം. ഹൈവേ സൈഡിൽ 1-2 പേര് നിന്നിട്ട് ബാക്കി അത്ര നാസർ, നൗഷാദ്, എല്ലാവരും, അഷ്റഫ്, എല്ലാവരും, അഷ്റഫിക്ക, എല്ലാവരും അങ്ങോട്ട് പോവുക നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നിടത്തേക്ക്. സ്ത്രീകൾ കൃത്യമായി ഓഡിറ്റോറിയത്തിൻ്റെ വടക്കുവശത്തുള്ള ഗേറ്റിൽ കൂടി പടിഞ്ഞാട്ട് പോയി ഭക്ഷണം കഴിക്കുക. പുരുഷന്മാർക്ക് ഇവിടുന്ന് നേരെ പടിഞ്ഞാറോട്ട് ഇറങ്ങാൻ കഴിയും. ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇൻഷാ അല്ലാഹ് ളുഹർ നിസ്കാരാനന്തരം ദുആയാണ്. ദുആയ്ക്ക് ശേഷമാണ് അന്നദാന വിതരണം. കൃത്യമായി ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ അവനുമായി ബന്ധപ്പെടുത്താൻ തൗഫീഖ് തരുമാറാകട്ടെ. ഏതായാലും പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും പ്രവാചകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല, സഹാബാക്കളെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല, അവരുടെ താബിഈങ്ങളായ മഹാന്മാരെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മുടെ അവസാന കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ കാരണങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ, ഈ കാരണങ്ങൾ അടയാളങ്ങൾ നമുക്ക് ആഗതമായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് കാലെടുത്ത് വെച്ചെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേലെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം ഇതാ വന്നിരിക്കുകയാ. ഇനി പറയുന്ന അടയാളങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് കളവ് പറയാത്ത നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേലൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ യുഹിബ്ബൂന ഖംസാ വയൻസൗന ഖംസാ, 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ അവർ മറന്നു പോകും. സഹാബ, അല്ലാഹുവിൻ്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചോ, യാ റസൂലല്ലാഹ് അതെന്താണ് 5 കാര്യങ്ങൾ നബിയേ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒന്നാമത്തത് യുഹിബ്ബൂനൽ മഹലാ വയൻസൗനൽ ഹിസാബാ, യുഹിബ്ബൂനൽ മഹലാ വയൻസൗനൽ ഹിസാബാ. പണത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുമേ, സമ്പത്തിനെ വല്ലാതെ പ്രേമിക്കുമേ, പണത്തിന് വേണ്ടി എന്തും ചെയ്യുമേ. വയൻസൗനൽ ഹിസാബാ, ആ സമ്പത്തിനെ കുറിച്ചുള്ള കണക്ക് ചോദിക്കുന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല, അത് മറന്നു പോകുമേ സഹാബാ. പണത്തിന് വേണ്ടി കുടുംബമില്ല, സഹോദരങ്ങളില്ല, സംഘടനയില്ല, ഗ്രൂപ്പുകളില്ല, മഹല്ല് ഭരണമില്ല, മക്കൾക്ക് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടി ഏതല്ല കോമാളിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കാലഘട്ടം വന്നാൽ അവിടുന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കണേ സഹാബാ. ഖിയാമത്ത് നാളെ തുടക്കമായി സഹാബാ. വയൻസൗനൽ ഹിസാബാ, ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടടാ. നിന്റെ കുടുംബത്ത് ഓഹരിയോ വെച്ച സമയത്ത് നിന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിൽ നീ തടസ്സം നിന്നെങ്കിൽ യൻസൗനൽ ഹിസാബാ, ആ കണക്ക് ചോദിക്കുന്നതിന് നീ മറന്നു പോയെങ്കിൽ മോനെ ഖിയാമത്ത് നാളിൻ്റെ തുടക്കമായി. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, രണ്ടാമത് വയുഹിബ്ബൂനൽ ഹയാത്താ വയൻസൗനൽ മമാത്താ, വയുഹിബ്ബൂനൽ ഹയാത്താ, ജീവിതത്തെ അവർ ഇഷ്ടപ്പെടും സഹാബാ. ജീവിക്കണം, ജീവിക്കണം, മരിക്കണ്ട. രോഗം വന്നാൽ ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ, എത്ര ലക്ഷം രൂപ ചെലവാക്കാൻ പറ്റുമോ, ഏതെല്ലാം വസ്തുക്കൾ, ജംഗമ വസ്തുക്കൾ വിൽക്കേണ്ടി വന്നാലും അത് വിറ്റിട്ട് രോഗത്തിന് പരിശ്രമിക്കുന്ന, ശിഫായിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഓടി നടക്കുന്ന സമുദായം ഇവിടെ പ്രത്യക്ഷമായ ജീവിതത്തെ വല്ലാതെ പ്രേമിക്കുന്ന ആ കൂട്ടര് വന്നാൽ മരണത്തെക്കുറിച്ച് മറന്നു പോയാൽ, ഏതു സമയവും മരിക്കുമെന്ന ചിന്ത മറന്നു പോയാൽ, അല്ലാ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സഹോദരന് ബാപ്പയാ ഉമ്മയാ ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് വിളിക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്ന പൊന്നുമ്മ, ആ ഉമ്മ ഇന്നിതാ ജീവച്ഛവമായി കട്ടിലിൽ കിടക്കുകയാ. ആ അവസ്ഥയിൽ
സ്വന്തം ഉമ്മയുടെ മയ്യത്ത് കാണുമ്പോൾ, ഉപ്പയുടെ മയ്യത്ത് കാണുമ്പോൾ, സഹോദരന്റെ മയ്യത്ത് കാണുമ്പോൾ, അല്ലാ 40 വയസ്സുള്ള ഉമ്മയാ, 30 വയസ്സുള്ള ജേഠനാ, 45 വയസ്സുള്ള ബാപ്പയാ, 20 വയസ്സുള്ള അനുജനാ, ഇവൻ ഇന്ന് തന്നെ മരിക്കുമെന്ന് യാതൊരു അടയാളവുമില്ലാതെ ഉറങ്ങാൻ കിടന്ന സഹോദരൻ രാവിലെ ജീവച്ഛവമാകുമ്പോൾ, തലേ ദിവസം വരെയും അല്ലാഹയെ കുറിച്ച് ബോധമില്ലാതെ, ഒന്ന് തൗബ ചെയ്യാതെ, ഒരു ഇസ്തിഗ്ഫാർ പറയാതെ, ഒന്ന് നിസ്കരിക്കാതെ, ഒരു സ്വതക്ക ചെയ്യാതെ, ഒരു നൽകാര്യം ചെയ്യാതെ, ഒരു സൽപ്രവൃത്തിയിൽ ഏർപ്പെടാതെ രാത്രിയിൽ ചിരിച്ചുകൊണ്ട് കിടന്നപ്പോൾ അവൻ്റെ ഉറക്കിലൊരു സൈലന്റ് അറ്റാക്ക് വരികയാ, അവനങ്ങ് മരിച്ചു പോവുകയാ. ഇനി മോനെ നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോടാ? തൗബ ചെയ്യാൻ സമയമുണ്ടോ? ഖബറിലെ ശിക്ഷയൊന്ന് ക്യാൻസൽ ചെയ്യാൻ നിനക്ക് സമയമുണ്ടോ? ഇന്നലെ രാത്രി നീ ചിന്തിച്ചില്ലല്ലോ, നീ പ്രതീക്ഷിച്ചില്ലല്ലോ, നിന്റെ വീടിന്റെ വാതിക്കൽ അസ്റായീൽ വന്നെന്ന കാര്യം നീ അറിഞ്ഞില്ലല്ലോ മോനെ. ഒരുപക്ഷേ നീ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതുപോലെ ഉറങ്ങില്ലായിരുന്നു, നല്ലതുപോലെ നീ ഉറങ്ങില്ലായിരുന്നു, നീ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. നമ്മളാരും അറിയാത്തത് കൊണ്ടാ, അസ്റായീൽ വരുന്നത് അറിയാത്തത് കൊണ്ടാ, ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാ, മുൻകൂർ വാർത്തകൾ കിട്ടാത്തത് കൊണ്ടാ, ഒരു നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാ നാം ആരും മരണത്തെ പേടിക്കാത്തത്. ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നെങ്കിൽ, അല്ലയോ അബ്ദുള്ള, പുറക്കാട് മജ്‌ലിസ് കഴിയുമ്പോ 2:15 നിന്റെ മരണമാടാ, 3 മണിക്ക് നിന്റെ മരണമാടാ എന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും വഴിയിൽ ഒന്ന് അറിയിച്ചെങ്കിൽ മോനെ നീ തൗബ ചെയ്യുമായിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു, നീ കരയുമായിരുന്നു, നീ ഭക്ഷണം കഴിക്കൂല. ഈ പുറക്കാട് മജ്‌ലിസിൽ ആണ്ട് നേർച്ചയ്ക്ക് വെച്ച് വിളമ്പുന്ന ചോറ് നീ കഴിക്കൂല. കാരണം 2 മണിക്കൂർ കഴിയുമ്പോ നീ മരിക്കാൻ പോവുകയാ. ആർക്കാ ബോധമുള്ളത്? ആർക്കാ ചിന്തയുള്ളത്? അല്ലാഹ്, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഞാൻ, സംസാരിക്കുന്ന ഞാൻ, സംസാരം കേൾക്കുന്ന ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ. ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എൻ്റെ ജമാഅത്ത് ഏതാണോ ആ ജമാഅത്തിലേക്ക് എൻ്റെ ഖബറ കുഴിച്ചു മൂടുന്ന അവസ്ഥയിൽ പോകുകയാണെങ്കിൽ, അല്ലാ, ഞാൻ രഹസ്യമായി ചെയ്ത പാപങ്ങൾ, ജീവിതം 2 വിധമുണ്ട്. പരസ്യ ജീവിതമുണ്ട്, രഹസ്യ ജീവിതമുണ്ട്. പരസ്യ ജീവിതത്തിൽ ഒരാൾക്ക് നന്നാകുവാൻ എളുപ്പമാ, പരസ്യ ജീവിതം എല്ലാവർക്കും ഈസിയാ. പക്ഷേ രഹസ്യമുണ്ടല്ലോ മോനെ, നിന്റെ ബാപ്പ കാണാത്ത ജീവിതം, നിന്റെ ഉമ്മ കാണാത്ത ജീവിതം, നിന്റെ ഭാര്യ പോലും കാണാതെ നീ ഒറ്റക്കിരിക്കുന്ന സമയത്ത് നിന്റെ മൊബൈൽ എടുത്തുകൊണ്ട് നീ കാണുന്ന അശ്ലീലോ, അതാണ് മോനെ രഹസ്യ ജീവിതം. ആ ജീവിതത്തിൻ്റെ ഓരോ അണിമണി തൂക്കവും ത്രാസിൽ തൂക്കിക്കൊണ്ടാണ് നിനക്ക് ശിക്ഷയും രക്ഷയും കിട്ടുന്നത്. അല്ലാഹുവേ, രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ. സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കാനുള്ളവർ ഇതിനിടയ്ക്കൂടെ പോയി ഭക്ഷണം കഴിക്കുക. വഅദിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കഴിക്കുക, തിരിച്ചു വരിക. ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങളെ വയറൊട്ടിപ്പോകും, അവസാനം കുടൽ തേമ്പിപ്പോവും, അവസാനം പരാതി പറഞ്ഞ് ഒരു കാര്യമില്ല. എഴുന്നേൽക്കുക, പോയി ഭക്ഷണം കഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിക്കുന്ന ഭക്ഷണത്തിന് അല്ലാഹു തആല നല്ല ടേസ്റ്റ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരെല്ലാം സഹായിച്ചു? 1 മണി അരി കൊണ്ട് സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, ഇറച്ചി സംഭാവന ചെയ്തവരുണ്ട്, പൈസ തന്നവരുണ്ട്. ആരെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹ്, ഇതിൽ നിന്ന് ഓരോ പിടി ഭക്ഷണം വാരി കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ ബറക്കത്ത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, സഹായിച്ചവർക്ക്, സഹകരിച്ചവർക്ക്, കണ്ടുനിന്നവർക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്.
അതുകൊണ്ട് മോനെ, മരണമിങ്ങടുത്ത് വരികയാ. യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത. ജീവിതം വല്ലാതെ ആഗ്രഹിക്കുകയാ, മരണം വല്ലാതെ വെറുക്കുകയാ, മരണത്തെ മറന്നു പോവുകയാ. ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വഹാബ യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. മാളികകളെ ഇഷ്ടപ്പെടും സഹാബ, വലിയ വലിയ വീടുകളോ മന്ദിരങ്ങൾ ഇഷ്ടപ്പെടും സഹാബ. വയൻസൗനൽ ഖുബൂറ. 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്ന ഖബറാകുന്ന ഇരുട്ടടയെ കുറിച്ച് അവർ മറന്നു പോകും സഹാബ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളായെന്ന് ചിന്തിക്കണേ സഹാബ. അല്ലാഹുവിന്റെ റസൂൽ തുടരുകയാ, യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ദുനിയാവിന് ഇഷ്ടമാ, ആഖിറത്തിനെ വെറുപ്പാ. ദുനിയാവിന്റെ പളപളപ്പിൽ വല്ലാത്ത ഇഷ്ടമാ. സമ്പത്തിനോട് ഇഷ്ടമാ, കുടുംബത്തോട് ഇഷ്ടമാ, ഹറാമിനോട് ഇഷ്ടമാ, പലിശയോട് ഇഷ്ടമാ, അക്രമത്തിനോട് ഇഷ്ടമാ, സമരത്തോട് ഇഷ്ടമാ, ഹസദിനോട് ഇഷ്ടമാ, ഗീബത്തിനോട് ഇഷ്ടമാ, നമീമത്തിനോട് ഇഷ്ടമാ, ചതിക്കുന്നത് ഇഷ്ടമാ, വഞ്ചിക്കുന്നത് ഇഷ്ടമാ, പിടിച്ചു പറിക്കുന്നത് ഇഷ്ടമാ, കളവ് പറയുന്നത് ഇഷ്ടമാ, കൊല നടത്തുന്നത് ഇഷ്ടമാ. അല്ലാഹുവേ, അങ്ങനെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത മുഴുവനും ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാ അല്ലയോ സഹാബ, ഖിയാമത്ത് നാളാണെന്ന് കരുതിക്കോ സഹാബ. അല്ലാഹുവിന്റെ റസൂൽ തുടരുകയാ, വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. സൃഷ്ടികളെ വല്ലാത്ത ഇഷ്ടമാ. അത് കള്ളുകുടിയനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും ഏതവനാണെങ്കിലും ഇഷ്ടമാ. ഇഷ്ടപ്പെടേണ്ട മാത്രം ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല, എല്ലാവരെയും ഇഷ്ടമാ. അത് സ്ത്രീകളെയും അന്യപുരുഷൻ അന്യസ്ത്രീയെയും അന്യസ്ത്രീ അന്യപുരുഷനെയും ഇഷ്ടപ്പെടുന്ന കാലഘട്ടമാ. വയൻസൗനൽ ഖാലിഖ. നിന്റെ ശ്വാസത്തിന്റെ കൺട്രോള്, നിന്റെ ശ്വാസത്തിന്റെ പിടിവള്ളിയിരിക്കുന്ന ഖാലിഖായ അല്ലാഹുവിനെ കുറിച്ച് മറക്കുന്ന കാലം വന്നാൽ സഹാബ, ഖിയാമത്ത് നാളായി സഹാബ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലില്ലേ? നമ്മുടെ ഓരോ അവയവത്തിൻ്റെയും കൺട്രോള്, നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഓരോ അവയവങ്ങളും ഇത് നമ്മുടേതാണെന്ന് നാം അഹങ്കരിക്കുന്നു. പക്ഷേ ഒരെണ്ണത്തിന് കേടുവന്ന് പോയാൽ സുമുഖനായി നടക്കുന്ന ചെറുപ്പക്കാരൻ, 25 വയസ്സും 30 വയസ്സുമുള്ള ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നില്ലേ? വയസ്സന്മാരെ കാണുമ്പോൾ നീ ചിന്തിക്കുന്നില്ലേ അദ്ദേഹം ഇതാ തളർന്നു പോയി? പഴുത്തല വീഴുമ്പോൾ പച്ചലയിൽ ചിരിക്കും പോലെ വയസ്സന്മാരെ കാണുമ്പോൾ നീ ചിരിക്കുന്നില്ലേ മോനെ? അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയി, ഞാനിതാ നല്ല ആരോഗ്യവാനാണ് എന്ന് 25-30 വയസ്സുള്ള ഞാനും നീയും ചിന്തിക്കുമ്പോൾ, നിനക്കിതാ കുറ്റാക്കൂരിരുട്ടിൽ ഒരു മഴയുള്ള രാത്രിയിൽ, ഒരു തണുപ്പുള്ള രാത്രിയിൽ നിനക്കൊരു പനി വന്നില്ലേ? നീ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് വൈറൽ ഫീവറാ, മരുന്നുകൾ കഴിച്ചോ, ആ പനി മാറിയില്ല. ആ പനിയും വെച്ചുകൊണ്ട് നീ വീണ്ടും അതേ ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ രക്തമൊന്ന് പരിശോധിക്കണമെന്ന് പറയുകയാ. 30 വയസ്സുള്ള ചെറുപ്പക്കാരാ, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് ആ ഒരു ദിവസം കാത്തു നിന്ന് എൻ്റെ റിസൾട്ട് കിട്ടി. ആ റിസൾട്ടുമായി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ വളരെ ലാഘവത്തോടെ നിന്നോട് മറുപടി പറഞ്ഞ ഡോക്ടർ ആ പേപ്പറിൽ നിന്നും നോക്കിയിട്ട് നിന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കുകയാ. എന്നിട്ട് പറഞ്ഞ്, കൂടെ ആരാ വന്നത്? കൂടെ ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ
നിന്റെ ഭാര്യ, അല്ലെങ്കിൽ നിന്റെ ജേഷ്ഠനാ, അല്ലെങ്കിൽ നിന്റെ ബാപ്പയാ, അല്ലെങ്കിൽ നിന്റെ ഉമ്മയാ, ആ കൂടെ വന്ന ആളിനെയും കൂടി ബൈസ്റ്റാൻഡർ വിളിച്ചിട്ട് ഡോക്ടർ പറയുകയാ രഹസ്യമായി, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ സഹോദരനിക്ക്, നിങ്ങളുടെ മകനിക്ക് ബ്ലഡ് ക്യാൻസറാ. മഅദല്ലാ. കാണാൻ എന്തൊരു ചൊങ്കനാ, എന്തൊരു സൗന്ദര്യമാ, തൊടുത്ത മാംസപേശികളാ, നല്ല പാട്ടുകാരനാ, നല്ല ഡാൻസ് കളിക്കാരനാ, നല്ല കരാട്ടെ മാസ്റ്ററാ, സ്വന്തമായി ജിംനേഷ്യം നടത്തുന്നവനാ. അല്ലാ, ഈ റിസൾട്ട് ഭാര്യയോട് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയണോ, ഭർത്താവിനോട് പറയണോ എന്നറിയാതെ ഭാര്യ വിങ്ങുമ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഭർത്താവിനെ ഇപ്പോൾ അറിയിക്കല്ല. ആ ഭാര്യ പുറത്തേക്ക് വന്നിറങ്ങി 35, 30, 40 വയസ്സുള്ള ആ ഭർത്താവുമായി പുറത്തേക്ക് വരുമ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ്, അല്ലയോ ഭാര്യേ, ഡോക്ടർ എന്താ പറഞ്ഞത്? ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ടിൽ എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞേക്കാ, നിങ്ങളുടെ ശരീരത്തിലൊന്ന് വെയിറ്റ് കുറയ്ക്കണമെന്നാ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ബ്ലഡ് ക്യാൻസർ മറച്ചു വെച്ചുകൊണ്ട് ഭർത്താവിനോട് പറയുന്ന ഭാര്യ, സുബ്ഹാനല്ലാഹ്. പതുക്കെ പതുക്കെ ഈ ഭർത്താവ് ഈ ചെറുപ്പക്കാരന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാ, കൂട്ടുകാരിലൂടെ എത്തുകയാ, അല്ലയോ സഹോദരാ, നിനക്ക് ബ്ലഡ് ക്യാൻസർ ആടാ, നിനക്ക് ബ്ലഡ് ക്യാൻസറാ, ഇനി നിനക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിയില്ല, നിനക്ക് വെറും 35 വയസ്സാ, 30 വയസ്സാ, സമ്പാദിച്ച സമ്പാദ്യങ്ങളെ കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? അവൻ ഓരോ ദിവസം ചെല്ലുന്തോറും അവന്റെ ശരീരം ശോഷിച്ചു വരികയാ, ഭക്ഷണങ്ങൾ വേണ്ട, വെള്ളം കുടിക്കുന്നില്ല, രക്തത്തിന് അളവ് കുറഞ്ഞു വരികയാ. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നല്ല ദശയുണ്ടായിരുന്ന, ശരീരമാംസപേശികൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കുറഞ്ഞു വരികയാ. അവൻ കട്ടിലിലേക്ക് കിടക്കുകയാണ്. അന്ന് വരെ പള്ളിയിൽ കയറിയിട്ടില്ല, അന്ന് വരെ നിസ്കരിച്ചിട്ടില്ല, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, തൗബ ചെയ്തിട്ടില്ല, കട്ടിലിൽ കിടന്നുകൊണ്ട് ആലോചിക്കുകയാ, അല്ലാ, എൻ്റെ വീട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം ദൂരമുള്ള പള്ളിയിലേക്ക് ഞാൻ പോകാതിരുന്നല്ലോ. അല്ലാ, പടച്ചവനെ, എനിക്കിന്ന് ബ്ലഡ് ക്യാൻസറാ. എൻ്റെ ഫോട്ടോ എടുക്കുന്നു, അടിക്കുറിപ്പ് കൊടുക്കുന്നു, വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്നു, പലരും ഷെയർ ചെയ്യുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു. അല്ലാ, ഒരാൾ പോലും എനിക്ക് നിസ്കരിക്കാനുള്ള അവസരമുണ്ടാക്കി തരാൻ ഒരാൾക്ക് പോലും കഴിയുന്നില്ല. അല്ലാ, അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്നുകൊണ്ട് കരയുകയാ. മോനെ, ഈ അവസ്ഥ വരുന്നതിന് മുമ്പ് ആർക്കാരടാ ബ്ലഡ് ക്യാൻസർ, ആർക്കാരടാ ക്യാൻസർ, ആർക്കാരടാ ബ്രെയിൻ ട്യൂമർ, ആർക്കാരടാ എയ്ഡ്സ്? ഇവിടെ ആർക്കും ഉറപ്പില്ല. ഈ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ എന്താണെന്നറിയില്ല. അല്ലാ, ഞങ്ങളെല്ലാം ദിവസവും ഓടുകയാണ്, ദിവസവും പായുകയാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നാഥ, ഞങ്ങൾ കണ്ണുകൊണ്ടൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാ, ഞങ്ങൾ ശബ്ദമുണ്ടാക്കൂല, ഞങ്ങളുടെ കണ്ണ് മുഴുവനും തുറക്കൂല, ഞങ്ങൾ പിന്നെ സംസാരിക്കൂല, ഞങ്ങൾ ആവശ്യമില്ലാത്ത
ഇടപെടാത്തതിൽ ഇടപെടൂല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാരെ, യുവാക്കളോട് ആദ്യമായും യുവതികളോടും ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലികളൊക്കെ മാറ്റണേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി മാറ്റേണ്ടത് നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയാകരുത്, ഉസ്താദുമാർക്ക് വേണ്ടിയാകരുത്, അയൽവാസികൾക്ക് വേണ്ടിയാകരുത്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണേ. നമ്മുടെ സ്വഭാവം, നമ്മുടെ വസ്ത്രധാരണ, നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ വസ്ത്രങ്ങളൊന്ന് മാറ്റിപ്പോയാൽ, ഇതുവരെ തലമറയ്ക്കാത്ത പെങ്ങൾ തലമറച്ച് തുടങ്ങിയാൽ കുടുംബത്തിൽ നിന്നും ആക്ഷേപങ്ങൾ വരാൻ സാധ്യതയുണ്ട്, കളിയാക്കാൻ സാധ്യതയുണ്ട്, ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ കാരണം കൊണ്ട് തലമറയ്ക്കാത്ത പെങ്ങന്മാരുണ്ട്. ഇന്നിവിടെ ഈ മജ്‌ലിസിൽ വന്ന പെങ്ങന്മാർ എത്രയോ പേര് തലമറയ്ക്കാതെയാ കയറി വരുന്നത്. എന്തിനാ പെങ്ങളെ നിങ്ങൾ ഈ മജ്‌ലിസിൽ വന്നത്? എന്തിനാ നിങ്ങൾ ഈ ശാപം ഏറ്റുവാങ്ങുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിലേക്കാണോ പോകേണ്ടത്? ഇത് നരകത്തിലേക്ക് പോകാനുള്ള കാരണമാകൂലേ തലമറയ്ക്കാതെ ഈ മജ്‌ലിസിലേക്ക് വരുന്നത്? ഈ കിടക്കുന്ന അല്ലാഹുവിന്റെ വലിയ കാണുന്നില്ലേ? ഈ വലിയ ജീവനോടെ ഈ സദസ്സിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആട്ടിപ്പായിക്കില്ലേ പെങ്ങന്മാരെ? അതുകൊണ്ട് തലയൊന്ന് നല്ലതുപോലെ മറയ്ക്കണേ പെങ്ങളെ, തലയൊന്ന് നല്ലതുപോലെ മറയ്ക്കണേ പെങ്ങളെ. നിങ്ങൾക്ക് എത്രയോ നല്ല വസ്ത്രങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്, നല്ല പർദ്ദകൾ തന്നിട്ടില്ലേ? ശരീരത്തിൻ്റെ പളപളപ്പ് തിരിച്ചറിയാത്ത വസ്ത്രങ്ങൾ ഉണ്ടായിട്ടും എന്തേ ഇങ്ങനെയുള്ള 1 മീറ്ററോ 1/2 മീറ്ററോ നീളമുള്ള PVC പൈപ്പ് പോലത്തെ പാൻറ്റുമിട്ട് എന്തിനാ പെങ്ങളെ നീ മജ്‌ലിസിലേക്ക് വരുന്നത്? നിന്റെ ശരീരത്തിൻ്റെ തുടുപ്പ് ഇവിടെ ആരെ കാണാനാ? ഇവിടെ ആരെ കാണിക്കാനാ? നിന്റെ ശരീരം ഞങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് വേണോ? മുഅ്മിനീങ്ങൾക്ക് വേണോ? സാലിഹീങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ ഇസ്ലാമിനെ നിങ്ങൾ എന്തിനാ പറയിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഈ മതത്തിൽ അംഗീകാരം വേണോ? ഈ മതത്തിലാണോ ജീവിക്കുന്നത്? എങ്കിൽ ഞാൻ പറയുകയാ, മതത്തിൻ്റെ നിയമം ഏറ്റെടുക്കണേ, മതത്തിൻ്റെ സംസ്കാരം ഏറ്റെടുക്കണേ. നിങ്ങൾക്ക് ഭർത്താവിനെ അല്ലാഹു തന്നിട്ടില്ലേ? നിങ്ങൾക്ക് സഹോദരങ്ങളെ തന്നിട്ടില്ലേ? നിങ്ങൾക്ക് ബാപ്പമാരെ തന്നിട്ടില്ലേ? പിന്നെന്തിനായി കാണുന്ന ആണുങ്ങളുടെ പിന്നാലെ പോകുന്നത്? എന്തിനാ പോകുന്നത്? ചില കോഴികളുടെ സ്വഭാവം അതല്ലേ? കോഴികളുടെ പൂവൻകോഴിയുടെ സ്വഭാവം എന്താ? പൂവൻകോഴിയുടെ സ്വഭാവം എന്താ? ഒരു പെടക്കോഴിയിൽ പ്രവർത്തിച്ചാൽ അവനിക്ക് കാമം തീരുന്നില്ല. അടുത്ത കോഴിയിൽ കണ്ടാൽ അങ്ങോട്ട് ചാടിക്കയറുകയാ, അടുത്ത കോഴിയെ കണ്ടാൽ അങ്ങോട്ട് ചാടിക്കയറുകയാ. ഹലാലില്ല, ഹറാമില്ല. അല്ലാ അല്ലാ. അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാരെ, നിങ്ങൾ കാരണം ഒരു മുഅ്മിനും ചതിക്കുഴിയിൽ വീടല്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ പുരുഷന്മാർ സ്വർഗത്തിൽ പോകാൻ അതൊരു കാരണമാകുമേ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏതൊരു മുഅ്മിനീങ്ങളെയും നരകത്തിലെത്തിക്കാൻ പറ്റുമേ. അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ പേടിക്കണേ. നിങ്ങളോട് ഇങ്ങോട്ട് ആര് കൊഞ്ചിക്കുഴഞ്ഞു വന്നാലും അതൊരു പക്ഷേ ശൈത്താന്റെ ശർറിൽ പെട്ടുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നാലും നിങ്ങൾ ആ ബാബം അടയ്ക്കണേ, ആ വാതിലം അടയ്ക്കണേ. അതുപോലെ യുവാക്കളോട് പറയുകയാ, ചാറ്റിങ്ങിന്റെ കാലമാ, ചീറ്റിങ്ങിൽ അവസാനിക്കുന്ന കാലമാ. അതുകൊണ്ട് സഹോദരങ്ങള്, കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യല്ല. ഇവിടെ നല്ല വഅദ് നടക്കുന്ന സമയത്ത്, മദ്രസ മക്കളുടെ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഞങ്ങളിൽപ്പെട്ട ഒരു ഉസ്താദിന്റെ മൊബൈലിൽ നിന്ന് അറിയാതെ പണ്ഡിതന്മാരുള്ള ഗ്രൂപ്പിലേക്ക് ഒരു പെണ്ണിന്റെ നഗ്നചിത്രം ഇങ്ങനെ പോവുകയാ. ആ പണ്ഡിതന്മാരുള്ള ഗ്രൂപ്പിൽ പാവപ്പെട്ട ഞാനുണ്ടായിരുന്നു. ആ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അഗ്നനഗ്നയായ പകുതി ശരീരത്തിന്റെ ഭാഗം
ഭാഗം പുറത്തിട്ടുകൊണ്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോയാ അയച്ചതൊരു ഉസ്താദാ. ആ ഉസ്താദ് അയച്ചതല്ല. കാലഘട്ടത്തിന്റെ പോക്ക് നോക്കണേ. ആ പാവപ്പെട്ട ഉസ്താദിന് ഈ മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല. ആൻഡ്രോയിഡിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അറിയില്ല. ആ ഉസ്താദിന് ലോക്ക് ചെയ്യാൻ അറിയില്ല, പാസ്വേഡ് അറിയില്ല, പിൻകോഡ് അറിയില്ല. ആ ഉസ്താദിന് ഒരു കാര്യം മാത്രം അറിയാം, വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുളം ഗുളം ഇങ്ങനെ ചെയ്യാനല്ലാതെ ഉസ്താദിനറിയില്ല. അല്ലാ, ആ പാവപ്പെട്ട ഉസ്താദിന്റെ മൊബൈലിൽ നിന്നും ആരോ അയച്ചു കൊടുത്ത പരസ്യമാ. അത് പണ്ഡിതന്മാരുടെ ഗ്രൂപ്പിലേക്ക് വീണപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അവിടുത്തെ മൊബൈലിൽ നിന്ന് വീണതാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് കണ്ണു തള്ളിയിരിക്കുകയാ. മഅദല്ലാ, ഞാനൊന്നും ചെയ്തില്ല ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദിന്റെ മൊബൈൽ ഞാൻ വാങ്ങിച്ചിട്ട് അത് മുഴുവനും എവരിവൺ ഡിലീറ്റ് ആക്കി കളഞ്ഞപ്പോഴാ സമാധാനമായത്. അല്ലാ, മക്കളെ, നിങ്ങളുടെ മൊബൈലുകളിലേക്ക് വരുന്ന ഒരു പരസ്യവും അതിന്റെ വിശ്വാസ്യത കിട്ടുന്നത് വരെ ഷെയർ ചെയ്യല്ല. അങ്ങനെ ഷെയർ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ പരസ്യം ഷെയർ ചെയ്തതിന്റെ പേരില് നിനക്ക് ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തകൾ അവൻ പൊരുത്തപ്പെട്ട അവസ്ഥയിൽ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മൊബൈലുകൾ, സുബ്ഹാനല്ലാഹ്, ഈ മൊബൈലില്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇതെങ്ങാനും 1 മണിക്കൂർ കളഞ്ഞു പോയാൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് നിന്നൊരു ഇടിപ്പിങ്ങനെ തുടങ്ങുകയാ. വല്ലാത്ത പേടിയാ. 2 കൈയും വിറച്ചു തുടങ്ങി, കാലിൻ്റെ മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. കാരണം മൊബൈൽ കാണുന്നില്ല. ആ മൊബൈൽ എങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഒരാളും അറിയാത്ത ഫോട്ടോകളുണ്ട്, ഒരാളും കാണാത്ത വീഡിയോസ് ഉണ്ട്, ഒരാളെയും കാണിക്കാതെ ഞാൻ കെട്ടിപ്പൂട്ടി വെച്ച് നടക്കുന്ന സ്ത്രീകളുടെ മൊബൈൽ നമ്പറുണ്ട്, വാട്സാപ്പ് ചാറ്റിംഗ് ഉണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഓരോ ചെറുപ്പക്കാരും പേടിക്കുന്നത്. അല്ലാ, എൻ്റെ മൊബൈൽ തിരിച്ചു തരണേ അല്ലാ. അല്ലാതെ ആ മൊബൈൽ വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ സൂറത്ത് യാസീൻ ഓതാറുള്ളത്, സ്വലാത്ത് ചൊല്ലാറുള്ളത്, ദിക്റുകൾ ചൊല്ലാറുള്ളത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുള്ളത്, ബദരിയത്ത് ചൊല്ലാറുള്ളത്, ബുർദ ചൊല്ലാറുള്ളത്. ആ കാരണം കൊണ്ട് എൻ്റെ മൊബൈൽ തിരിച്ചു തരണമല്ലോ എന്നൊരുത്തനും ദ്വാരക്കാറില്ല. ഈ മൊബൈലിലുള്ള അന്യ സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ടല്ലോ, വാട്സാപ്പ് ചാറ്റിംഗ് ഉണ്ടല്ലോ, അതാണ് മോനെ രഹസ്യ ജീവിതം. ആ രഹസ്യ ജീവിതത്തിൽ ആരെങ്കിലും വിജയിച്ചാൽ നിസ്സംശയം പറയട്ടെ, അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ ഔലിയാക്കളിൽ പെട്ടവനാ.